ഡോക്ടർ ഗോപകുമാർ, അദ്ദേഹം 8:30 മണി വരെ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിലേക്ക് പോവുകയാണ്. ഡോക്ടർ ഗോപകുമാർ, അതായത് ഹിൻഡൻബർഗ് റിപ്പോർട്ടുകൾ ആധികാരികമാണ്, അടിസ്ഥാനപരമാണ്, അതിനെ സംശയിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ ഇലോൺ മസ്കിനെതിരെയുള്ള റിപ്പോർട്ട് കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് കോൺഗ്രസ് വക്താവ് പറഞ്ഞിരിക്കുന്നത്. വളരെ വ്യക്തമാണല്ലോ ഹിൻഡൻബർഗിൻ്റെ വിശ്വാസ്യത എത്രയുണ്ടെന്ന്. അവർ നടത്തിയ അന്വേഷണങ്ങളും അതുമായി ബന്ധപ്പെട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് അതിൻ്റെ ആക്ഷേപങ്ങളും മറ്റെത്തുകയും അതോടൊപ്പം ജോർജ് സോറോസിൻ്റെയും ബന്ധം ഇതുമായി കണ്ടതും ഹിൻഡൻബർഗുമായിട്ടുള്ള ബന്ധം കണ്ടതും എല്ലാം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ യാതൊരു സംശയവുമില്ല, ട്രംപ് ഭരണം വരുന്നത് കൊണ്ട് തന്നെയാണ് അത് അടച്ചു പൂട്ടുന്നത്. അത്രത്തോളം അകൽച്ച അവർ തമ്മിലുണ്ട്. മാത്രമല്ല, വിശ്വാസ്യത ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് നിൽക്കുകയല്ലേ വേണ്ടത്, ഓടിപ്പോവുകയാണോ വേണ്ടത്? അപ്പോൾ ഹിൻഡൻബർഗിനെ കുറിച്ച് അതിനെ മറ്റൊരു വിദേശ ഏജൻസി എന്നുള്ള നിലയിൽ നമുക്കതിനെ ഡിഫെൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഹിൻഡൻബർഗ് ഇന്ത്യയിലെ പ്രതിപക്ഷത്തിനെ സഹായിക്കാൻ വന്നൊരു സ്ഥാപനമൊന്നുമല്ല. അങ്ങനെ സ്ഥാപനം ആവുകയാണെങ്കിൽ അത് വിവാദമാവുകയും ചെയ്യും, തർക്കമൊന്നുമില്ല. അപ്പോൾ ഹിൻഡൻബർഗിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ ലക്ഷ്യം നേടി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താ ലക്ഷ്യം നേടിയത്? അദാനിയുടെ മാർക്കറ്റ് തകർത്തു, അത് സ്റ്റോക്ക് എടുത്തിരുന്ന ആൾക്കാർക്ക് വൻ നഷ്ടമുണ്ടാക്കി. അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്തൊരു ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ അറ്റാക്ക് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റ് അതിനകത്തുണ്ട്. അതിൻ്റെ പിറകിൽ ഹിൻഡൻബർഗ് ആയിരിക്കില്ല, അതിനെ സഹായിച്ച ആൾക്കാർ വേറെയുണ്ട്. ആൻഡേഴ്സൺ ആയിരിക്കില്ല, അദ്ദേഹത്തിന് വേണ്ടി ഫിനാൻസ് ചെയ്യുന്ന ആൾക്കാർ വേറെ ഉണ്ട്. വെളിയിലുള്ള ഏജൻസിയെക്കുറിച്ച് നമുക്ക് ഇവിടെ ഇരുന്ന് അത്രയും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷേ നാളൊരു കാലത്ത് ഈ ട്രംപ് വന്ന് ഇതെല്ലാം പുറത്തിടുകയാണെങ്കിൽ അതിനു മുമ്പേ കടയടച്ച് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയതാണ് ഇവിടെ നമുക്കൊരു പ്രശ്നമുള്ളത്. അതുകൊണ്ടാണ് ഈ ചർച്ച തന്നെ ഇവിടെ വേണ്ടി വന്നത്. അടയ്ക്കുന്നതുകൊണ്ടാണ് ഈ ചർച്ച വന്നത്. അവിടെ നിന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വിവാദം ഉണ്ടാവില്ല. ഇപ്പോൾ ട്രംപ് ഭരണം 4 ദിവസം കഴിയുമ്പോൾ, 4 ഇനി 2 ദിവസം കഴിയുമ്പോൾ വരികയാണ്. അമേരിക്കയിൽ സമയം വെച്ച് നോക്കിയാൽ കഷ്ടിച്ച് 48 മണിക്കൂർ കഴിഞ്ഞാൽ അദ്ദേഹം അധികാരത്തിൽ വരികയാണ്. അപ്പോൾ അതിന് മുമ്പ് പെട്ടെന്ന് ഒരു പ്രൊവക്കേഷനും ഇല്ലാതെ ലക്ഷ്യം നേടി, അതെങ്ങനെ വിശ്വസിക്കാൻ കഴിയും? പിന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തെക്കുറിച്ച് വാസ്തവത്തിൽ അതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ളത്, ഇന്ത്യൻ ഗവൺമെൻറ് സ്റ്റേറ്റ് 2 തന്നെയാണ്, അക്കാദമിക് പരമായിട്ടും അല്ലാതെയും 2 ആൾ. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് ടു ഫൈറ്റ് 2 enemies. വൺ ഈസ് ദ BJP ഗവൺമെൻറ്, അതർ ഈസ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അപകടമുണ്ട്. അദ്ദേഹത്തിന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അത്രത്തോളം ഉദ്ദേശമുണ്ടോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സ്റ്റേറ്റിനെതിരെ പറയാൻ പാടില്ല, ആര് ഭരിച്ചാലും. ഗവൺമെൻറ് അല്ല സ്റ്റേറ്റ്. സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അതിന് വിശാലമായ അർത്ഥമുണ്ട്. അതിനകത്ത് ജനങ്ങളുണ്ട്, പരമാധികാരമുണ്ട്. ഗവൺമെൻറ് അതിൻ്റെ ഒരു പാർട്ട് മാത്രമേ ആവുന്നുള്ളൂ. ഭൂപ്രദേശമുണ്ട്, പിന്നെ രാജ്യത്തിൻ്റേതായ സാമ്പത്തിക, സാമൂഹിക, സാംസ്കാരിക താല്പര്യങ്ങളുണ്ട്, വിശാലമായ. അപ്പോൾ ചുരുക്കത്തിൽ രാജ്യം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേർന്നാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ചേർന്നാണ്. ഗവൺമെൻറ്റിൽ നമ്മളെല്ലാവരും ഇല്ല. അപ്പോൾ അതുകൊണ്ട് അത് തമ്മിലൊരു വേർതിരിവുണ്ട്. പക്ഷെ അദ്ദേഹം ഉപയോഗിച്ച ആ സ്റ്റേറ്റ് എന്നുള്ള പദം തീർച്ചയായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും, അത് വിവാദമാകും. അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്റ്റേറ്റ് എന്നുള്ള കൺസെപ്റ്റിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എംപിരിക്കൽ റിയാലിറ്റിയെ അറ്റാക്ക് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിനെ പലതരത്തിൽ വിമർശനം ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ രാജ്യദ്രോഹത്തിൻ്റെ ആക്ഷേപങ്ങളൊക്കെ അവിടെ വരുന്നത്. ഞങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് അത്ഭുതപ്പെടും. നമുക്ക് പെട്ടെന്ന് അത്ഭുതം. സ്റ്റേറ്റിന് സാധാരണ ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുന്നത്, എക്സ്ട്രീമായിട്ട് ഉപയോഗിക്കുന്നത് നമുക്കറിയാം. തീവ്രവാദികളും മാവോയിസ്റ്റുകളും അങ്ങനെയുള്ളവരാണ് ഈ സ്റ്റേറ്റിനെ കംപ്ലീറ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. അത് ഇൻസ്റ്റിറ്റ്യൂഷണൽ അറ്റാക്ക് ആണെങ്കിലും, അതല്ല ഒരു കൾച്ചറൽ അറ്റാക്ക് ആണെങ്കിലും, ഒരു സയൻറ്റിഫിക് അറ്റാക്ക് ആണെങ്കിലും സ്റ്റേറ്റിനെ പൂർണ്ണമായിട്ട് എതിർക്കുന്ന എക്സ്ട്രീം ഗ്രൂപ്പ്സാണ്. അതല്ലാതെ വ്യവസ്ഥാപിതമായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിപക്ഷമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ വാക്കും ആ കൺസെപ്റ്റും ഇത്രത്തോളം വിവാദമായത്. അത് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, ഭരണകൂടം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. റൂളിംഗ് സിസ്റ്റത്തെയാണ് അറ്റാക്ക് എന്ന് പറഞ്ഞാലും ഒരു തെറ്റുമില്ല. പക്ഷേ രാജ്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് അപകടമുണ്ട്. കാരണം നമ്മളെല്ലാവരും കൂടി ചേർന്നാണ് രാജ്യം, എല്ലാ സംസ്ഥാനങ്ങളും കൂടി ചേർന്നാണ് രാജ്യം. ഫെഡറൽ രാജ്യമാണ്. അതിൻ്റെ താല്പര്യങ്ങളും അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആ ടോട്ടാലിറ്റിയിലാണ് നമ്മൾ രാഷ്ട്രത്തെ കാണുന്നത്. അപ്പോൾ സ്റ്റേറ്റിൻ്റെ രാജ്യം, മലയാളത്തിൽ പറഞ്ഞാൽ രാജ്യം, രാഷ്ട്രം എന്ന് പറയുന്നതിനേക്കാൾ രാജ്യം എന്ന് പറയും. ഇപ്പോൾ രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നു എന്നൊരു സന്ദേശം അവിടെ വരുന്നത് വലിയ അപകടകരമല്ലേ? അതുകൊണ്ടാണ് ഈ ചർച്ചയിൽ അത് ഒരു വിവാദ വിഷയമായി വന്നത്. ഒരു കാര്യം കൂടെ ഞാൻ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ ഈ പ്രവർത്തനം നിർത്തുകയാണെന്ന് പറഞ്ഞല്ലോ, സ്ഥാപനം അടച്ചുപൂട്ടാണെന്ന് പറഞ്ഞല്ലോ, അതൊരു ഒരു ഗിമ്മിക്കായിരിക്കുമോ? ഇപ്പോൾ നോക്കൂ, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇനിയിപ്പോൾ നിഴൽ യുദ്ധം തുടരാം അല്ലേ? മറ്റ്
ഏതെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കാം, ഒരു സംഘടന ഉണ്ടാക്കാം. ഹിൻഡൻബർഗ് അതൊരു കോൺട്രവേഴ്സ്യൽ ഒരു സ്ഥാപനമായിട്ട് മാറിയതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു പക്ഷേ അവർക്ക് സ്ഥാപനമില്ലാതെ തന്നെ താങ്കൾ നേരത്തെ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അപ്പോൾ അതൊരു ഒരു ഒരു ഗിമ്മിക്കായിട്ട് മാത്രമല്ലേ കാണാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഒരു സ്ഥാപനമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്തായാലും തിരിച്ചടി ഉണ്ടാകും എന്ന് റിയലൈസ് ചെയ്യുന്നു. അങ്ങനെ ഒരു ബോധ്യം ഹിൻഡൻബർഗിന് ഉണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരിക്കുമോ അദ്ദേഹം പറഞ്ഞത്? ഇത് ആളെ കബളിപ്പിക്കാനുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആയിരിക്കുമോ? അതെ, നിയമപരമായ നടപടികൾ ട്രംപിൽ നിന്ന് വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം അത് ഇന്ത്യയുടെ കാര്യത്തിലല്ല, മറ്റ് സ്ഥാപനങ്ങളെ ആക്ഷേപിച്ച് പറഞ്ഞ കാര്യങ്ങളും അതിനെന്തായാലും അതിനകത്തൊരു റിയാക്ഷൻ വരും. ട്രംപിൻ്റേതായൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ട് ഇത് അലിഞ്ഞു പോവുകയില്ല. ഞങ്ങളുടെ ലക്ഷ്യം നേടി ഞങ്ങൾ എങ്ങോട്ട് പോകുന്ന വിശ്വാസത്തിലില്ല. അത് വിശ്വസിക്കാൻ പറ്റുന്ന ഹിൻഡൻബർഗ് തീർച്ചയായിട്ടും അവരുടെ അനുയായികളോ അല്ലെങ്കിൽ മറ്റാൾക്കാരോ അത് വേറെ രീതിയിൽ അത് കൊണ്ടുപോവുകയും, കാരണം അത് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഭാഗമാണ്, യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പല രാജ്യങ്ങളിൽ അത് വലിയ വിഷയമാണ്. അമേരിക്ക ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യമാണെങ്കിലും അവിടെയും ഡീപ്പ് സ്റ്റേറ്റ് ഉണ്ട് എന്നുള്ളതാണ്. ആ ഡീപ്പ് സ്റ്റേറ്റ് ശീതസമരത്തിൻ്റെ കാലം തൊട്ട് മറ്റ് പല കാര്യങ്ങളിൽ ഇടപെട്ട് മറ്റ് രാജ്യങ്ങളിൽ അട്ടിമറി വരെ നടത്തിയിട്ടുണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റിനെ സഹായിക്കുന്ന സമ്പദ് വ്യവസ്ഥയിലെ ചില മുതലാളിമാരും മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സും എല്ലാം അതെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. ആ ഡീപ്പ് സ്റ്റേറ്റ് ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ ആ ഡീപ്പ് സ്റ്റേറ്റ് ഇദ്ദേഹത്തിനെ വാച്ച് ചെയ്ത് ഇദ്ദേഹവുമായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റു രീതിയിൽ അത് പൊങ്ങി വരാം. അപ്പോൾ താൽക്കാലികമായിട്ട് ഒന്ന് വിഡ്രോ ചെയ്യാനേ സാധ്യതയുള്ളൂ. പുതിയ പേര് ഹിൻഡൻബർഗ് എന്നായിരിക്കില്ല എന്ന് ഏതാണ്ട് നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ചാരപ്രവർത്തനം അവിടെ തുടരും, സംശയമൊന്നുമില്ല. അതിനിയും ഉണ്ടാകും. അതുകൊണ്ട് മറ്റു രീതിയിൽ ഞാനതാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഇതൊരു നല്ല ലെസ്സൺ പാഠമാണ് നമുക്ക്. ആര് ഭരിച്ചാലും സമ്പദ് വ്യവസ്ഥ വലുതാകുമ്പോൾ ഒരു വലിയ രീതിയിൽ അഴിമതി ആരോപണത്തിന് വഴിയുണ്ടാക്കുന്ന രീതിയിൽ ഉള്ള വ്യവസ്ഥയിലേക്ക് രാജ്യം പോയി കഴിഞ്ഞാൽ അത്തരം രാജ്യങ്ങൾ വലിയ പരാജയത്തിൽ ചെന്നെത്തും. അത് വരാതിരിക്കണമെങ്കിൽ നിയമവ്യവസ്ഥയിൽ നമുക്ക് വിശ്വാസ്യത വേണം. നിയമപരമായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ. അത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ചർച്ചകളാകാം, അത് രാജ്യത്തിനകത്ത് ചർച്ച ചെയ്യാം, പുറത്തല്ല ചർച്ച വരേണ്ടത്. നമ്മുടെ രാജ്യത്തിനകത്താണ് ചർച്ച ചെയ്യേണ്ടത്. അതുതന്നെയാണ് ഇവിടെ വലിയ വിവാദം. അതുകൊണ്ട് ഞാൻ ഹിൻഡൻബർഗ് തൽക്കാലത്തേക്ക് ഒന്ന് വിഡ്രോ ചെയ്യുന്നു എന്ന് മാത്രമേ കരുതുന്നുള്ളൂ. മറ്റേതെങ്കിലും ലേബലിൽ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്.